ഓം ശാന്തി. നവസൃഷ്ടി നിർമ്മാത ബാപ്പ് ദാദ പറയുകയാണ്, സ്ഥാപനയുടെ വലുതിലും വലുതായ കാര്യം സ്വയം കരാവനഹാർ അഥവാ ചെയ്യുന്നവനായി നിമിത്ത കുട്ടികളെ കൊണ്ട് ബാപ്പ് ദാദ ചെയ്യിക്കുന്നു. കരൺ കരാവനഹാർ, ഈ ശബ്ദത്തിൽ ബാബയും കുട്ടികളും രണ്ടുപേരും കമ്പൈൻഡാണ്. കൈകൾ കുട്ടികളുടേത്, ജോലി ബാബയുടേത്. കൈകൾ ഉപയോഗിക്കാനുള്ള ഗോൾഡൻ ചാൻസ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നു. അതിനാൽ ഞാൻ ഈ അനുഭവം ചെയ്യുന്നു. ചെയ്യിക്കുന്നവൻ ചെയ്യിക്കുന്നു, നിമിത്തമായി നടത്തിക്കുന്നു. ഓരോ കർമ്മത്തിലും ചെയ്യിക്കുന്നവന്റെ രൂപത്തിൽ ബാബ കൂടെയുണ്ട്. ഞാൻ സ്വയം എൻ്റെ ജ്യോതി ബിന്ദു രൂപത്തെ കാണുന്നു. ഞാൻ ഒരു അതിസൂക്ഷ്മ ജ്യോതി ബിന്ദുവാണ്. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതമായിരുന്നു ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ജ്യോതി ആത്മാ, സുപ്രീം ജ്യോതി ബിന്ദു ബാബയോട് കമ്പൈൻഡ് ആയിരിക്കുന്നു. എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ മസ്തക മധ്യത്തിലേക്ക് നോക്കുന്നു. ഞാൻ ആത്മാവും സുപ്രീം ബിന്ദു ബാബയും അടുത്തടുത്തിരിക്കുന്നു. നമ്മൾ രണ്ടല്ല ഒന്നായതുപോലെയാണ്. ഞാൻ ആത്മാ സർവശക്തിവാൻ ബാബയോട് കമ്പൈൻഡാണ്. എന്നെ കർത്തവ്യം ചെയ്യിക്കുന്നു. കരാവൻഹാർ ബാബ കമ്പൈൻഡ് രൂപത്തിൽ സദാ എൻ്റെ കൂടെയുണ്ട്. ബാബ ചെയ്യിക്കുന്നവനാണ്, ഞാൻ നിമിത്തമായി ചെയ്യുന്നു. കൈകൾ എൻ്റേതാണ്, ജോലി ബാബയുടേതാണ്. എന്നിലൂടെ ബാബ ചെയ്യിക്കുന്നു. സദാ ഈ അനുഭവമാണ്. ചെയ്യിക്കുന്നവൻ ചെയ്യിക്കുന്നു, എന്നെ നിമിത്തമായി നടത്തിക്കുന്നു. ബാബ ഓരോ കർമ്മത്തിലും കരാവനഹാറിന്റെ രൂപത്തിൽ എൻ്റെ സാക്ഷിയാണ്. ഞാൻ നിമിത്ത സേവാധാരിയാണ്. ഉത്തരവാദിത്വം ബാബയുടേതാണ്. അതിനാൽ ഞാൻ ഭാരരഹിതമാകുന്നു. ഡയറക്ഷൻ ലഭിച്ചു, കർമ്മം ചെയ്തു. സദാ ലൈറ്റായിരിക്കുന്നു. ഞാൻ ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാ, ലൈറ്റായി പറന്നുയരുന്നു. ചെയ്യിക്കുന്നവൻ സർവശക്തിവാനാകുമ്പോൾ എനിക്ക് യാതൊരു ഭാരവും അനുഭവപ്പെടുന്നില്ല. ഈ സ്മൃതിയിൽ ലൈറ്റായി ഞാൻ ഉയരുന്ന കലയിൽ പറന്നുയരുന്നു. ജ്ഞാനസാഗര ബാബ ജ്ഞാനത്തിൻ്റെ 3-ാം നേത്രം തരാനായി വന്നിരിക്കുകയാണ്. അതിലൂടെ എൻ്റെ ആത്മജ്യോതി തെളിയുന്നു. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. മുരളി കേൾപ്പിക്കുന്ന കർത്തവ്യം ചെയ്യുന്നു. യോഗ്യതയുള്ളവരാക്കി പിന്നീട് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ഞാൻ സന്ദേശിയായി എല്ലാവർക്കും സന്ദേശം നൽകുന്നു.
ബാബ ശ്രീമതം നൽകുന്നു. ഇതാണ് ബാബയുടെ ആശീർവാദം അഥവാ കൃപ. ജ്ഞാനസാഗരനായ പരമാത്മാ, എൻ്റെ മൂന്നാം നേത്രം തുറപ്പിച്ച് ആത്മജ്യോതിയെ തെളിയിക്കുന്നു. ഞാനിപ്പോൾ ദേവീ ദേവതകളുടെ നല്ല സംസ്കാരത്തെ ധാരണ ചെയ്യുന്നു. എല്ലാവർക്കും ബാബ സെക്കൻഡിൽ സദ്ഗതി നൽകുന്നു. കുട്ടികൾക്ക് ദിവ്യദൃഷ്ടിയും ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രവും നൽകിയിരിക്കുന്നു. ഞാനിപ്പോൾ ബാബയിൽ നിന്നും സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നു. വിനാശത്തിന് മുമ്പ് തീർച്ചയായും സതോപ്രധാനമായി മാറണം. ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞും താമര പുഷ്പസമാനം പവിത്രമായി മാറണം. അഖണ്ഡവും ഉറച്ചതും സുഖശാന്തിയുടെയും സമ്പത്തിൻ്റെയും ദൈവിക രാജ്യം നമ്മൾ വീണ്ടും പ്രാപ്തമാക്കുകയാണ്. ഭാരതത്തിൻ്റെ ഗുപ്തവും സത്യവുമായ ആത്മീയ സേവാധാരികളാകുന്നു. ശിവബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. മന്മനാഭവ എന്ന മഹാമന്ത്രവും നൽകുന്നു. ഞാൻ ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഉയർന്ന പദവി നേടുന്നു. ബാബ ഗീതാജ്ഞാന യജ്ഞം രചിച്ചിരിക്കുന്നു. ഈ യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹായാകുന്നു. ബാബ അതിസ്നേഹിയായ പിതാവാണ്. എനിക്ക് ഭാവിയിലെ 21 ജന്മത്തേക്ക് സദാ സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ബാബയെ ഓർമ്മിക്കുന്നത് എൻ്റെ കർത്തവ്യമാണ്. നിർദ്ദേശം നൽകുന്നതാണ് ബാബയുടെ കൃപ. ഞാൻ മറ്റെല്ലാ സംഘവും ഉപേക്ഷിച്ച് ഒരു ബാബയോട് കൂട്ടുകെട്ടുന്നു, പാവനമായി മാറുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെ മറന്ന് ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് സതോ പ്രധാനമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഭാരതത്തെ സ്വർഗമാക്കാനുള്ള സത്യമായ സേവനത്തിൽ മുഴുകുന്നു. പവിത്രമായ ഭോജനം മാത്രം കഴിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബ തന്ന വരദാനമാണ് സ്ഥൂല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തൻ്റെ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തന സേവനത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്ന ആത്മാക്കളായി ഭവിക്കൂ. ഏതൊരു സ്ഥൂല കാര്യം ചെയ്യുമ്പോഴും സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഞാൻ വിശ്വനാടകവേദിയിൽ വിശ്വമംഗളത്തിൻ്റെ സേവനം ചെയ്യാൻ നിമിത്തമാണ്. എൻ്റെ ശ്രേഷ്ഠ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ സ്മൃതിയിൽ അശ്രദ്ധ സമാപ്തമാകും. സമയം വ്യർത്ഥമാകില്ല. ഓരോ സെക്കൻഡും അമൂല്യമെന്ന് മനസ്സിലാക്കി വിശ്വമംഗളം അഥവാ ജഡത്തെ ചൈതന്യമാക്കി പരിവർത്തനം ചെയ്യുന്ന കർത്തവ്യം സഫലമാക്കുന്നു. ഇപ്പോൾ യോദ്ധാവായി മാറുന്നതിനു പകരം നിരന്തരം യോഗിയായി മാറുന്നു. ഓം ശാന്തി.